അങ്ങനെ മാർച്ച് 27 വരാൻ പോകുന്ന എമ്പുരാന്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം ഫെബ്രുവരി 26 നമുക്കൊന്ന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. മോഹൻലാൽ അസ് ഖുറേഷി എബ്രഹാം AKA സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കത്തിജ്വലിക്കുന്ന പോസ്റ്ററിൽ ഈ രണ്ട് പേരുകൾ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലാർക്കായിരിക്കും പ്രാധാന്യമെന്ന്. ചെറുതാണെങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആൾട്ടർ ഈഗോയുടെ ലോഗോവും നമുക്ക് ഡീറ്റെയിൽ ആയി കാണാമെന്ന സൂചനയാണ് ക്യാരക്ടർ പോസ്റ്റേഴ്സ് മൊത്തം ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാക്കാവുന്നത്. തീർച്ചയായും സ്റ്റീഫന്റെ ലോകത്തിലെ കഥാപാത്രങ്ങളാണെന്ന് ലൂസിഫറിലൂടെ കണ്ട കുറേ പേരുണ്ടല്ലോ. PK രാംദാസും ജതിൻ രാംദാസും പ്രിയദർശിനിയുമൊക്കെ സ്റ്റീഫന്റെ ഏറ്റവും അടുത്തവരാകുമ്പോൾ പിന്നാലെയുള്ളവർ മുരുകനും സുമേഷും അലോഷിയില്ലെങ്കിലും കാവലായി സേവിയർ, ഗോവർദ്ധൻ, അയാളുടെ വൈഫ് ശ്രീലേഖ, സ്റ്റീഫന്റെ ആദ്യ അടിക്ക് സാക്ഷ്യം വഹിച്ച മുരുകൻ, സായ്കുമാറിന്റെ മഹേഷവർമ്മ, മീഡിയസായ സഞ്ജീവ് കുമാറും അരുന്ധതി സഞ്ജീവും, മേടയിൽ രാജൻ, പീതാംബരൻ, ഒടുവിലായി ജാൻവിയും നെടുമ്പള്ളി അച്ഛനും. സ്റ്റീഫൻ ഉലകത്തിലേക്കുള്ള പുതിയ അഡീഷനായി വന്നിട്ടുള്ളവരെ നോക്കിയാൽ അതിലൊന്ന് മണിയുടെ നേതാവായിരിക്കാം വേദിയിൽ പ്രസംഗിക്കുന്ന അതേ ബാഡ്ജ് ധരിച്ച സജനചന്ദ്രൻ. അങ്ങനെ കേരളത്തിൽ 2 പുതിയ ക്യാരക്ടർ അഡീഷൻ വരുമ്പോൾ ഖുറേഷിയുടെ നമ്മൾ ഇനിയും കണ്ടിട്ടില്ലാത്ത ആ വലിയ ലോകത്തിൽ 2 പേരൊഴിച്ചാൽ ബാക്കിയെല്ലാം പുതിയ മുഖങ്ങളാണ്. പുതിയ മുഖമായിരുന്ന സയ്യിദ് മസൂദും ഇന്റർപോൾ ഓഫീസർ റോബർട്ട് മഗ്രാത്തിയും നമുക്കിപ്പോൾ സുപരിചിതമായിട്ടുണ്ട്. റോബിനെ പോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും സെർഗെയ് ലിയോണോയ്. സെർഗെ എന്ന് പറഞ്ഞപ്പോൾ കമ്പാനിയൻ ഓർമ്മ വന്നു. മറ്റൊന്ന് തീവ്രവാദിയായ സലാബത്ത് ഹംസ, ഒരു ഡാർക്ക് ക്യാരക്ടർ. പൃഥ്വിരാജ് ക്യാരക്ടറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുമെന്ന് കാട്ടി സയ്യിദിന്റെ കുട്ടിക്കാല പോസ്റ്റർ എത്തിയപ്പോൾ അവന്റെ കുഞ്ഞനുജനായി സഹിർ മസൂദും. സയ്യിദുമായി നല്ല ഇമോഷണൽ ഡെപ്ത് പ്രതീക്ഷിക്കാവുന്ന ബഹീജ ബേഗം. മസൂദ് എന്ന ഒരു സോളിഡ് പോസ്റ്ററിൽ നമ്മൾ സയ്യിദിന്റെ ബാപ്പയെ കണ്ടപ്പോൾ അയാളുടെ ഉമ്മയായി സുരയ്യ ബീവിയും എത്തുന്നതോടെ സയ്യിദിന്റെ സ്റ്റോറി ആർക്ക് സെറ്റ്. കുടുംബത്തിലെ ഒരു അംഗമായി ഹാനിയ എന്നൊരു ക്യാരക്ടറുമുണ്ട്. സയ്യിദിന്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ളതല്ലേ. അപ്പോൾ അക്കാലത്തെ പ്രമാണികളും മറ്റും കൊണ്ടു നടക്കുന്ന പുരുഷുവിന്റെ തൂക്കുമായിരിക്കുന്ന ബൽരാജിന്റെ കാര്യത്തിൽ അപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. സ്നേഹവും ചതിയുമെല്ലാം ഒളിഞ്ഞിരിപ്പുള്ള സുഭദ്രാബെന്നും ഒരു ബംഗ്ലാവ് സെറ്റപ്പൊക്കെ ആയിട്ട് ഫ്ലാഷ് ബാക്ക് പോർഷനിൽ വരുന്നതായിരിക്കാം. മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡ് അഡീഷനെ മുന്നേ എത്തുമ്പോൾ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നോക്കിയാൽ ഇയാൾ എമ്പുരാനിലെ ഒരു പവർഫുൾ വില്ലനായ ബൽരാജിന്റെ കൂട്ടാളിയാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ മേ ബി ബ്രദർ. കാർത്തിക് എന്ന മറ്റൊരു പുതിയ ക്യാരക്ടറിലൂടെ നമുക്ക് വില്ലനായി പരിചിതമായ ഒരു മുഖം വ്യത്യസ്തമായി കാണാൻ സാധിക്കും. ബോറിസ് ഒലിവർ, ഖുറേഷിയുടെ ജീവിതയാത്രയിലെ നിർണായകമായ ഗോഡ് ക്യാരക്ടർ. പിന്നെ നമ്മൾ ടീസറിൽ കണ്ട ഖുറേഷി വീഴ്ത്താൻ സജ്ജമായിരിക്കുന്ന മിഷേലും ഈ ത്രയത്തിലെ പുതിയ അഡീഷൻ ആവുമ്പോൾ ലൂസിഫറിന്റെ ഒടുക്കം വന്നിട്ടൊരുത്തൻ നീ വലിയ കബൂഗയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എമ്പുരാനിലൂടെ സാക്ഷാൽ കബൂഗയും എൻട്രി നടത്തുമ്പോൾ ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽസുമായുള്ള ഖുറേഷി എബ്രഹാം സിൻഡിക്കേറ്റിന്റെ ഫേസ് ഓഫിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്